അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വളരെ ചുരുക്കം സ്ഥലങ്ങളിലെ 2 സ്ഥലങ്ങളിൽ തുടർച്ചയായി ഒരേ ആയത്തിൽ തന്നെ തഖ്വ കൊണ്ട് കൽപ്പിക്കുന്നത്. അത്തരം ആയത്തുകളൊരായത്താണ് വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. ഓരോ നഫ്സും അവൻ നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്, മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഈമാനുള്ളവരോടും മുസ്ലിമീങ്ങളോട് കൽപ്പിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിലേക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നരകത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, സ്വർഗത്തിൽ വലിയ പദവികൾ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്കെന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അതിനുള്ള ഒരേ ഒരു സ്ഥലം ഈ ദുനിയാവ് മാത്രമാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്താൽ ചെയ്യാൻ പറ്റുമെന്നല്ലാതെ റൂഹ് തൊണ്ടക്കുയിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നൊരാൾക്കും ഒരമലും റബ്ബിൻ്റെ അടുക്കൽ ഉപകരിക്കുകയില്ല. അതാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അൽയൗമ അമലുൻ വലാ ഹിസാബ് വഗദൻ ഹിസാബുൻ വലാ അമൽ. ഇന്ന് അമല്, പ്രവൃത്തിയുടെ ദിവസമാണ്. ദുനിയാവെന്നുള്ളത് പ്രവർത്തിക്കാനുള്ള ഇടമാണ്. ഇവിടെ വിചാരണയില്ല. എന്നാൽ പരലോകമെന്നുള്ളത് അവിടെ ഹിസാബാണ്. അവിടെ അമല് ചെയ്യാൻ സാധിക്കുകയില്ല. നമുക്കെന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ദിക്ർ ചൊല്ലണമെങ്കിലോ, ഖുർആൻ പാരായണം ചെയ്യുന്നു, നമുക്ക് ആഖിറത്തിന് വേണ്ടി എന്ത് ഒരുക്കി വെക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ഈ ദുനിയാവാണ്. ഇത് നമ്മൾക്കുള്ളൊരു ഗോൾഡൻ ചാൻസാണ്. പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സ്ഥലമല്ലാതെ, സാഹചര്യമല്ലാതെ വേറൊരു സ്ഥലവും സാഹചര്യവും സമയവും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യണം. ഇതല്ലാതെ നമ്മൾക്കൊരവസരം ഇനിയില്ല. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ മലക്കുൽ മൗത്തിനെയും സംഘത്തെയും നേരിട്ട് കാണുമ്പോൾ ഏതൊരാളും ആഗ്രഹിച്ചു പോകും, എനിക്ക് ഈ ജീവിതം കുറച്ചുകൂടി നീട്ടിക്കിട്ടിയിരുന്നെങ്കിൽ. ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത് എന്നാണ് ഓരോ നഫ്സും, ഓരോരുത്തരും പറയാം. എത്രയധികം അമലുകളിൽ വർദ്ധിപ്പിച്ച്, എത്ര കണ്ട് പ്രവർത്തനങ്ങളിൽ മുന്നേറിയ വ്യക്തിയും അവൻ്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ കുറച്ചുകൂടി എനിക്ക് നീട്ടിക്കിട്ടിയിരുന്നെങ്കിൽ, ഒരു സുബ്ഹാനല്ലാഹ് എനിക്ക് പറയാം, ഒരു ആയത്ത് എനിക്ക് കൂടുതൽ പാരായണം ചെയ്യാൻ, ഒരു റക്അത്ത് എനിക്ക് കൂടുതൽ നിസ്കരിക്കാൻ, ഒരു സമയം, കുറച്ച് സമയം, 1 മിനിറ്റ് എനിക്ക് നീട്ടിത്തരണം എന്നെന്ത് ചെയ്യും? ഓരോരുത്തരും അവിടെ വെച്ച് ആ മലക്കുകളോട് ആവശ്യപ്പെടും. കല്ല, അള്ളാഹ് മറുപടി പറയണം, ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരാൾക്കും നീട്ടിക്കൊടുക്കുകയില്ല.